അൽബായിസ് അലൈൻകാരിൽ ബിദായുൽ ഹവാദിസിൻ്റെ 33-ാമത്തെ പേജിൽ അബൂശാമ റഹിമഹുല്ല തുടരുന്നു. കഴിഞ്ഞ പേജിൽ ഷാബാൻ 15-ന് നടത്തപ്പെടുന്ന അൽഫിയ എന്ന പേരിൽ അറിയപ്പെടുന്ന നിസ്കാരം, അതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല, അത് ബൈത്തുൽ മുഖദ്ദസിൽ തുടങ്ങിയതിൻ്റെ ചരിത്രമൊക്കെ ബഹുമാനപ്പെട്ടവർ വിവരിച്ചതിന് ശേഷം റജബ് മാസത്തിൽ നടക്കുന്ന ഒരു നിസ്കാരം, അത് ബൈത്തുൽ മുഖദ്ദസിൽ ഹിജ്റ 480 ശേഷം മാത്രമാണ് ആരംഭിച്ചത് എന്ന് വിവരിച്ചു തരുന്നു. അതിനു മുമ്പ് അങ്ങനെ ഒരു നിസ്കാരം കാണുകയോ നമ്മൾ കേൾക്കുകയോ ചെയ്തിരുന്നില്ല. ഈ വിവരം ഷെയ്ഖ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് അബൂ താഹിർ റഹിമഹുല്ല നമ്മളോട് പറഞ്ഞു തന്നു. ശേഷം ബഹുമാനപ്പെട്ടവർ ഈ സംഭവം നമുക്ക് റിപ്പോർട്ട് ചെയ്തു തന്ന ബഹുമാനപ്പെട്ട അബൂശാമ റഹിമഹുല്ലാഹുവിന് ലഭിച്ച അബൂ മുഹമ്മദ് എന്ന പേരുള്ള പണ്ഡിതനെ കുറിച്ച് അദ്ദേഹം ആരാണെന്ന് പരിചയപ്പെടുത്തിയതിന് ശേഷം വിവരിക്കുന്നു. അബൂബക്കർ റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട്, ഇബ്നു വല്ലാഹ് റഹിമഹുല്ല സെയ്ദ് ബിൻ അസ്ലം റഹിമഹുല്ലാഹുവിനെ തൊട്ട് ഉദ്ധരിച്ചു, മാ അദ്റക്ന അഹദം മിൻ മശീഖത്തിന വലാ ഫുഖഹാഇന യൽതഫിതൂന ഇലാ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാന. നമ്മുടെ ഉസ്താദുമാരിൽപ്പെട്ട ഒരാളും അതുപോലെ നമ്മുടെ പണ്ഡിതന്മാരിൽപ്പെട്ട ഒരാളും തന്നെ ശഅബാൻ പകുതിയുടെ രാത്രിയെ സംബന്ധിച്ച് യാതൊരു തിരിഞ്ഞുനോട്ടവും നടത്തിയിരുന്നില്ല. അങ്ങനെ ഒരു രാത്രിയെക്കുറിച്ച് ഒരു ചിന്ത പോലും, ഒരു തിരിഞ്ഞു നോക്കൽ പോലും നമ്മുടെ ഉസ്താദുമാരോ നമ്മുടെ പണ്ഡിതന്മാരോ നടത്തിയിട്ടില്ല എന്ന് സെയ്ദ് ബിൻ അസ്ലം റഹിമഹുല്ലാഹുവിനെ തൊട്ട് ഇബ്നു വല്ലാഹ് റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്ത വിഷയം കൂടി അബൂബക്കർ റഹിമഹുല്ല നമുക്ക് വിവരിച്ചു തരുന്നു. മാത്രമല്ല വലാ യൽതഫിതൂന ഇലാ ഹദീസി മഖഹൂരിൻ, താബിഈങ്ങളിൽപ്പെട്ട മഖഹൂർ റഹിമഹുല്ലാഹുവിന്റെ ഹദീസ് ആ ഭാഗവും പണ്ഡിതന്മാരാരും പരിഗണിക്കാറുണ്ടായിരുന്നില്ല. വലാ യറൗന ലഹാ ഫളനൻ അലാ സിവാഹ, ഈ ശഅബാൻ 15ന്റെ രാത്രിക്ക് മറ്റ് രാത്രികളെക്കാളും ഒരു പ്രത്യേകതയും നമ്മുടെ പണ്ഡിതന്മാർ ആരും പരിഗണിച്ചിരുന്നില്ല എന്ന് നമുക്ക് വിവരിച്ചു തരുന്നു. ഇതോടൊപ്പം തന്നെ മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ല ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ചില രാത്രികളെ എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ, അഥവാ വെള്ളിയാഴ്ച രാവ്, 2 പെരുന്നാൾ രാവുകൾ, അതുപോലെ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന രാത്രികളുടെ കൂട്ടത്തിൽ ശഅബാൻ 15ന്റെ രാത്രിയും പെട്ടിട്ടുണ്ട് എന്ന് ബലഗന എന്ന പദം ഉപയോഗിച്ചുകൊണ്ട്, അഥവാ വൈഫായ ഹദീസുകളിലൂടെയും മറ്റും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ടവർ ആ പദം പ്രയോഗിക്കാറുള്ളത് എന്ന് പണ്ഡിതന്മാർക്കൊക്കെ അറിയാം. ബലഗന എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് ഇമാം ഷാഫിഈ റഹിമഹുല്ല ആ രാത്രി വെള്ളിയാഴ്ച രാവ് പോലെ, 2 പെരുന്നാളിന്റെ രാവ് പോലെ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ കൂടുതൽ സാധ്യതയുള്ള രാത്രികളിൽ പെട്ടതാണ് എന്ന് വിവരിച്ചിട്ടുണ്ട് എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. അല്ലാതെ അന്ന് രാത്രിയിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ആരാധനകൾ ചെയ്യുക എന്ന് പറയുന്ന പരിപാടി നമ്മുടെ ഉസ്താദുമാർക്ക് ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് അബൂബക്കർ റഹിമഹുല്ല ഇബ്നു വല്ലാഹ് റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്ത ആസറിലൂടെ നമുക്ക് വിവരിച്ചു തരുന്നു. ശേഷം വീണ്ടും പറയുന്നു, ഇബ്നു മലൈക റഹിമഹുല്ലാഹുവിനോട് ആരോ പറഞ്ഞു, ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, അഥവാ ശഅബാനിന്റെ പകുതിയുടെ രാത്രി ലൈലത്തുൽ ഖദറിന്റെ അതേ മഹത്വം തന്നെ ഉണ്ട് എന്ന് സിയാദുൻ നമീരി റഹിമഹുല്ല പറയുന്നുണ്ടല്ലോ എന്ന് അബൂ മുലൈക റഹിമഹുല്ലാഹുവിനോട് പറയപ്പെട്ടപ്പോൾ ഫഖാല, അബൂ മുലൈക റഹിമഹുല്ല പറഞ്ഞു, ലൗ സമീഅതുഹു അബിയദി അസൻ ലറബതുഹു. സിയാദുൻ നമീർ റഹിമഹുല്ല പറയുന്നത് ഞാൻ നേരിട്ട് കേൾക്കുകയും ആ സമയത്ത് എൻ്റെ കയ്യിൽ ഒരു വടി ഉണ്ടാവുകയും ചെയ്തിരുന്നെങ്കിൽ ആ വടി കൊണ്ട് സിയാദുൻ നമീരിയെ ഞാൻ കൈകാര്യം ചെയ്യുമായിരുന്നു എന്ന് അബൂ മുലൈക റഹിമഹുല്ല പറഞ്ഞതായിട്ടും അബൂശാമ റഹിമഹുല്ല നമുക്ക് വിവരിച്ചു തരുന്നു. കാല വകാന സിയാദുൻ ഖാസൻ, സിയാദ് റഹിമഹുല്ല കിസ്സ പറയുന്ന ആളായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ചില വയലന്മാരുണ്ടല്ലോ, അവർക്ക് കിട്ടിയതൊക്കെ കഥയായി നീട്ടിപ്പരത്തി മേറ്റർ പൂർത്തിയാക്കാൻ വേണ്ടി പറയാറുള്ളത് പോലെ സിയാദ് കുറെ കഥകൾ പറയുന്ന ആളായിരുന്നു എന്നാണ് ബഹുമാനപ്പെട്ടവർ നമുക്ക് വിവരിച്ചു തരുന്നത്. അതുപോലെ ഹാഫിദ് അബുൽ ഖിത്താബ് ഇബ്നു തഹിയ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്, അദാഉമാ വജബ, റജബ് മാസത്തിന്റെ പ്രത്യേകത വിവരിച്ചുകൊണ്ട് കുറെ കള്ള ഹദീസുകൾ പല ആളുകളും ഉദ്ധരിച്ചപ്പോൾ അതൊക്കെ ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെ ബഹുമാനപ്പെട്ടവർ ഒരു ഗ്രന്ഥം രചിച്ചിരുന്നു. അതാണ് അദാഉ മാ വജബ മിൻ ബയാനി വളഇൽ വല്ലാഇന ഫി റജബ്. റജബ് മാസത്തിന്റെ വിഷയത്തിൽ
കള്ള ഹദീസുകൾ ഉണ്ടാക്കുന്ന ആളുകൾ ഉണ്ടാക്കി തീർത്ത കെട്ടിച്ചമച്ച ഹദീസുകളെ വിവരിക്കുക എന്ന എൻ്റെ നിർബന്ധ ബാധ്യത നിർവഹിക്കുന്നു എന്ന നിലക്ക് ബഹുമാനപ്പെട്ടവർ എഴുതിയ ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്, വഖദ് റവന്നാസുൽ അഗ്ഫാലു ഫീ സലാത്തി ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാന അഹാദീസ മൗദൂഅ. ചില അശ്രദ്ധരായ ആളുകൾ ശഅബാൻ പകുതിയുടെ രാത്രിയുടെ മഹത്വത്തെക്കുറിച്ച് ധാരാളം കെട്ടിച്ചമക്കപ്പെട്ട ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ചില ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തിച്ചേരാത്ത പരമ്പര മുറിഞ്ഞ ചില ഹദീസുകളും ആ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് കള്ള ഹദീസുകളും പരമ്പര മുറിഞ്ഞ ഹദീസുകളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ അശ്രദ്ധരായ ചില ആളുകൾ ജനങ്ങൾക്ക് സാധിക്കാത്ത രൂപത്തിലുള്ള ചില നിസ്കാരങ്ങൾ അവരുടെ മേൽ ചേൽപ്പിക്കുകയും ഇത് വലിയ മഹത്വമുള്ളതാണ് എന്ന് കരുതിക്കൊണ്ട് ധാരാളം ആളുകൾ അതിൽ പെട്ടുപോകുകയും ചെയ്തിട്ടുണ്ട് എന്ന് അബൂ ശാമ റഹിമഹുല്ല നമുക്ക് അബുൽ ഖത്താബ് ഇബ്നു ദഹിയ എന്നവരിൽ നിന്ന് ഉദ്ധരിച്ചു തരുന്നു. ഒരു പ്രാവശ്യം ഫാത്തിഹയും 10 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസും ഓതിക്കൊണ്ട് 100 റക്അത്ത് നിസ്കാരം നിർവഹിച്ച് അവർ പിരിഞ്ഞു പോകുമ്പോൾ അവർ വല്ലാതെ ഉറക്കം തൂങ്ങിക്കൊണ്ട് പിരിഞ്ഞു പോവുകയും ശഅബാൻ 15-ന്റെ ഈ രാത്രിയുടെ നിസ്കാരത്തിൻ്റെ മേൽ അറിയിക്കുന്ന ഈ കള്ള ഹദീസുകളുടെ പശ്ചാത്തലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് വളരെ പ്രാധാന്യം പഠിപ്പിക്കപ്പെട്ട സുബ്ഹി നിസ്കാരം പോലും ഖളാ ആക്കാൻ ജനങ്ങൾ തയ്യാറായി എന്ന സങ്കടകരമായ അവസ്ഥ ബഹുമാനപ്പെട്ടവർ നമുക്കിവിടെ പങ്കുവെക്കുകയാണ്. ആരെങ്കിലും ഒരാൾ സുബ്ഹി നിസ്കാരം കൃത്യമായി നിർവഹിച്ചാൽ അവന് അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി സ്ഥിരപ്പെട്ട ആ ഹദീസിൻ്റെ വെളിച്ചത്തിൽ മഹത്വമുണ്ടെന്ന് പഠിപ്പിക്കപ്പെട്ട സുബ്ഹി നിസ്കാരം പോലും ഖളാ ആകുന്ന ഒരവസ്ഥയിലേക്ക് ഈ ശഅബാൻ നിസ്കാരക്കാരായ ആളുകളെ കൊണ്ടെത്തിച്ചത് ഇത്തരം കള്ള ഹദീസുകളാണ് എന്ന് ഹിജ്റ 665 ജീവിച്ച അബൂ ശാമ റഹിമഹുല്ല തർത്തൂശി ഇമാമിൽ നിന്നും എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് വിവരിച്ചു തരുമ്പോൾ ഈ കാലഘട്ടത്ത് തന്നെ കള്ള ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ധാരാളം ജനങ്ങളെ പിഴപ്പിച്ചുകൊണ്ടിരുന്ന ആളുകൾ ജീവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ കാലത്ത് കുറേ ആളുകൾ നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന ചര്യയല്ലേ, പാരമ്പര്യമായി നമുക്ക് കിട്ടിയതല്ലേ, അതിനാണ് നാം കിതാബുകളെക്കാളും മഹാന്മാർ എഴുതി വെച്ച രേഖയിലൂടെ സ്ഥിരപ്പെട്ട പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ നിയമങ്ങളെക്കാളും പ്രാധാന്യം നൽകേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പിഴപ്പിക്കുന്ന പുരോഹിത വർഗത്തിൻ്റെ തനിനിറം മനസ്സിലാക്കാൻ ഇത്തരം കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന പരലോകത്തെക്കുറിച്ച് ബോധമുള്ള ആളുകൾ നന്നായി പരിഗണിക്കുന്നത് അവരവരുടെ ആഖിറത്തിന് നല്ലതാണ് എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു.